എല്ലോ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റംസിന്റെ ക്ലിയർ ലെറ്റ് എക്സ്പോർട്ട് അനുവദിച്ചു. ലെറ്റ് എക്സ്പോർട്ട് അതാണ് എല്ലിയോ. എക്സ്പോർട്ട് അനുവദിച്ചു. ലെറ്റ് എക്സ്പോർട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ കാർഗോ ഇവിടെ സ്റ്റാക്കിങ്ങിലേക്ക് പോവാണ്, കപ്പലിലേക്ക് പോവാണ്. ആ ലെറ്റ് എക്സ്പോർട്ട് നമ്മൾ ഷിപ്പിംഗ് ലൈൻസ് കൊടുക്കും, അവർ EGM ചെയ്യും, എക്സ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. EGM പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ പിന്നെ ഈ ഷിപ്പർക്ക് ആ ഇൻസെൻറ്റീവ് ഒക്കെ അയാളുടെ അക്കൗണ്ടിലേക്ക് 1-2-3 ആഴ്ച കൊണ്ട് എത്തും. ഇൻസെൻറ്റീവ് പിന്നെ അത്രേ ഉള്ളൂ. എല്ലോ ഇല്ലാതെ കണ്ടാൽ സ്റ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലോ എന്ന് വെച്ചാൽ ആഫ്റ്റർ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. അതെ, കിട്ടില്ല നമുക്ക് CFC ചെയ്യും. അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ഓരോ പ്ലാനിങ് ആണല്ലോ ഇതിനൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് രാത്രി പോണ കപ്പലിന് ഇപ്പൊ ഷഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെയാണല്ലോ നമ്മൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇപ്പൊ 48 hours മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. പിന്നെ ചില കേസ് നമ്മൾ കൺസൈൻമെന്റ് വന്ന് എടുക്കുകയാണ്, നമുക്ക് കയറ്റണം, അപ്പൊ അതിനകത്ത് സ്റ്റാക്ക് ചെയ്യണം. അപ്പൊ കട്ട് ഓഫ് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ വെസൽ ഓപ്പറേറ്ററോട് ചോദിക്കും കട്ട് ഓഫ്, അല്ലെങ്കിൽ DP വേൾഡിന്റെ സൈറ്റിൽ കട്ട് ഓഫ് കിടപ്പുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അതായത് ഒന്ന് VGM കട്ട് ഓഫ് ഉണ്ട്. VGM കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആക്ച്വൽ കട്ട് ഓഫ് 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും. കാരണം അവർക്ക് ലോഡിംഗ് ലിസ്റ്റിലേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം VGM എന്ന് വെച്ചാൽ വേരിഫൈഡ് ഗ്രോസ് വെയിറ്റ് ആണ്, മെഷർമെന്റ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടി VGM കട്ട് ഓഫ് കൊടുക്കുക. പിന്നെ അപ്പോൾ VGM കട്ട് ഓഫ് നേരത്തെ മേടിക്കും. ഇപ്പം എല്ലാ ലൈൻസും VGM കട്ട് ഓഫ് ആദ്യം മേടിക്കും പ്ലാൻ ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ കൊടുത്താൽ പിന്നെ അത് അവരെ ലിസ്റ്റിൽ പെട്ടു. ഷിപ്പറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ നമ്മൾ ഷിപ്പറുടെ ലെറ്ററിൽ ഷിപ്പർ കൊടുക്കുന്നതാണ്. VGM എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഗ്രോസ് വെയിറ്റ് പ്ലസ് കണ്ടെയ്നറിന്റെ ടയർ വെയിറ്റ് ആണ് VGM. കണ്ടെയ്നർ ടയർ വെയിറ്റ് കേട്ടോ, മാക്സിമം വെയിറ്റ് അല്ല, ആക്ച്വൽ ഗ്രോസ് വെയിറ്റ് കാർഗോയുടെ പ്ലസ് കണ്ടെയ്നറിന്റെ ടയർ വെയിറ്റ്, ഇതാണ് VGM. അത് ആവശ്യമുണ്ട്. അതല്ലേ ഈ MSCയുടെ കപ്പലൊക്കെ മുങ്ങിപ്പോയത്. വെയിറ്റ് ഡിക്ലറേഷൻ ഇല്ലെങ്കിൽ കപ്പലിന്റെ കപ്പാസിറ്റീനെ ബാധിക്കും, പ്ലാനിങ് എല്ലാം തെറ്റും. കാരണം വെയിറ്റ് അവർക്ക് എക്സീഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ലോഡിങ് നിർത്തും. പണ്ട് കണ്ടെയ്നേഴ്സിന്റെ കണ്ടെയ്നർ നമ്പർ വെച്ച് ലോഡ് ചെയ്യായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, വെയിറ്റ് എക്സീഡ് ചെയ്ത് അപ്പോൾ ലോഡിങ് നിർത്തും. ഷിപ്പേഴ്സ് കൊടുക്കുന്നത് കൃത്യ. കാരണം അവർക്കറിയാലോ വെയിറ്റ്, അവർക്കും ഈ വെയിറ്റ് ഉള്ളതുകൊണ്ടല്ലേ പാർട്ടിയുടെ നിന്ന് പേയ്മെന്റ് ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ശരിക്കും 22 ടൺ സാധനമുള്ളൂ, അല്ല 28 കയറ്റി, 22 മാക്സിമം കയറ്റിയിട്ട് അവർക്ക് അതിലോട്ട് 27 ഒക്കെ കാണിക്കാൻ പറ്റും. കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫൈൻ വരും. ഇവർക്കും ഇപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയല്ലേ. അല്ലല്ല, പേയ്മെന്റ് നമ്മൾ പേയ്മെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻ കേസ് ഇങ്ങനെ ലോഡ് കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോർട്ടിൽ പേയ്മെന്റ് പ്രശ്നം വരും. അപ്പൊ ഇതൊക്കെ ഒരു നല്ലൊരു മെക്കാനിസം ആണല്ലോ പോണത്. പേയ്മെന്റ് പ്രശ്നം നല്ല ഫൈൻ അടിച്ചു കൊടുക്കും. പിന്നെ ഇപ്പൊ നമ്മൾ ബുക്കിംഗ് എടുക്കുമ്പോൾ തന്നെ അവർ പറയും ഇത്ര ലോഡായിട്ട് കയറ്റാമോ എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്, റീസ്റ്റഫ് ചെയ്തും സംഭവിച്ചിട്ടുണ്ട്. ഒക്കെ ആ ഡിപ്പെൻസ് ആണ്. കണ്ടെയ്നറിൽ ഒരു വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കണ്ടെയ്നറും മുകളിൽ ഒരു വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, കാർഗോ ടെർമിനലിൽ കയറുന്ന സമയത്തല്ല VGM. നമ്മള് ഈ കാർഗോ സ്റ്റഫിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അത് SES4 എന്ന് പറഞ്ഞൊരു ഫോം, പഴയ പേര് ഫോം 30, ഇപ്പൊ SES4 എന്നാ പറയുന്നത്. SES4 ഈ SES4 ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഈ VGM-ഉം നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമേ SES4 ഇഷ്യൂ. അത് നമ്മളിപ്പോൾ ആ പാരലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. വെസൽ കാർഗോ വന്നേക്കാൾ മുമ്പ് തന്നെ നമ്മളിത് ചെയ്തു തരണം.
അപ്പൊ ചെന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഇല്ല അത് വെസല് അതായത് നമ്മളിപ്പോ ഇവരുടെ വെസൽ ഓപ്പറേറ്റർക്ക് നമ്മൾ ഇവർക്ക് കൊടുക്കണം. നമ്മൾ ഈ സെസ്4 ആണ് DP വേൾഡിൽ കാർഗോ സ്റ്റാക്ക് ചെയ്യണ പേപ്പർ പെർമിഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ ഗേറ്റ് പാസ് എന്ന സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. ഗേറ്റ് പാസ് കസ്റ്റംസിന്റെ എല്ലിയോടെ കൂടെ തന്നെയുള്ളതാണ് ഗേറ്റ് പാസ്. അപ്പൊ ഗേറ്റ് പാസ് ആണോ ആദ്യം കിട്ടുന്നത്? ഇല്ല, രണ്ടും ഒന്നിച്ച് കിട്ടും. അത് എല്ലിയോ കൊടുത്തു കഴിയുമ്പോൾ ഗേറ്റ് പാസും കിട്ടും, ഇതും കിട്ടും. മെയിൻലി ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡ്രോബാക്ക്, പിന്നെ റോട്ടപ്പ് ROTTEP. ഗവൺമെന്റ് എക്സ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു പെർസെൻറ്റേജ് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, അതൊരു ക്രെഡിറ്റ് സ്ക്രിപ്പായിട്ട് കൊടുക്കണം. ഈ സ്ക്രിപ്പ് എന്ന് പറയുന്നത് അവരുടെ അങ്ങനെയൊന്നല്ല, ഈ സ്ക്രിപ്പാണ്. ഈ സ്ക്രിപ്പ് എന്ന് വെച്ചാൽ അവരുടെ ഐസ്കേറ്റ് അക്കൗണ്ടിൽ, ഈ ഷിപ്പറുടെ ഐസ്കേറ്റ് അക്കൗണ്ടിൽ ഈ സ്ക്രിപ്പ് ജനറേറ്റ് ചെയ്ത് ഇവിടെ വന്ന് കിടക്കും. അത് ജനറേറ്റ് ചെയ്യണം. നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് അത് ഒന്നെങ്കിൽ സ്വന്തം ഇമ്പോർട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡ്യൂട്ടി അടയ്ക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ട്രേഡ് ചെയ്യാം. അങ്ങനെയുള്ള ട്രേഡ് ആൾക്കാരുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ കോയിൻ പോലെ സിസ്റ്റം അല്ലേ, ഈ കോയിൻ വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിന്റെ വേറെ വകഭേദം, അതായത് ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടില്ല, പക്ഷെ നമുക്ക് ഇതും കൊണ്ട് നമുക്ക് ഇപ്പൊ ഡ്യൂട്ടി അടയ്ക്കാം. ഇപ്പൊ ഈ എക്സ്പോർട്ടർക്ക് റെഗുലർ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്, അയാൾക്ക് ബേസിക് ഡ്യൂട്ടി ഇതിൽ നിന്ന് ഡെബിറ്റ് ചെയ്യാൻ പറ്റും ഈ സ്ക്രിപ്പ് വെച്ചിട്ട്. അത് മെച്ചാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർക്ക് എക്സ്പോർട്ട് ഉള്ളൂ, ഇമ്പോർട്ട് ഇല്ല. അപ്പോൾ കുറേ സ്ക്രിപ്പ്, കോടികൾ സ്ക്രിപ്പ് ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും, ഒരു പാർട്ടികൾക്ക് വിൽക്കും. അത് വിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്യാനുള്ള, ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ഈ ട്രേഡിങ് ചെയ്യുന്ന ടീം ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെ കൂട്ട് തന്നെ ഈ ലൈസൻസുകൾ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവരെന്നിട്ട് ഇതിന്റെ പ്രൈസ് അവർക്ക് കൊടുക്കും. ബേസിക്കലി നമുക്ക് റോട്ടപ്പ് ഉണ്ട്. ROSTL എന്ന് പറഞ്ഞിട്ടുണ്ട്. ROSTL ഗാർമെന്റ്സിനാണ്. റോട്ടപ്പ് ഗാർമെന്റ്സ് അല്ലാത്ത പ്രൊഡക്റ്റിന് റോട്ടപ്പാണ്. അത് പല കാറ്റഗറി, അതായത് 2.8, 1.6 അതൊക്കെ HS കോഡ് വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുക. HS കോഡിന്റെ വാല്യൂ ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, അതിന്റെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒന്നുമില്ല, നമ്മൾ ബില്ല് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഈ ഐസ്കെയർ രജിസ്ട്രേഷൻ ആദ്യം എടുക്കുമല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക്കലി എല്ലാം അതിലേക്ക് പൊക്കോളും. വേറെ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കസ്റ്റംസ് ഡയറക്റ്റ് കൊടുക്കുന്ന ഇതൊക്കെയാണ്. പിന്നെ IGST പേയ്മെന്റ് ചെയ്തു പോകുന്ന എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, അവർക്ക് IGST റീഫണ്ട് ചെയ്ത് കൊടുക്കും കസ്റ്റംസ്. അങ്ങനെയാണ് ഒരു സ്കീമുള്ളത്. അല്ലാതെ നമുക്ക് വേറെ വെച്ചാൽ പിന്നെ ഇവർക്ക് ഈ സ്പൈസസ് ബോർഡ് അങ്ങനെയുള്ള ഒരു ഇൻസെന്റീവ് കൊടുക്കണോ എന്നുള്ളത്. ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു എക്സ്പോർട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലോക്കലിൽ നിന്ന് പല സാധനങ്ങളും മേടിക്കും. അപ്പോൾ ലോക്കലിൽ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം ഗവൺമെന്റ് പേരിനകത്തുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് കൊടുക്കുന്നു, തിരിച്ചു കൊടുക്കും. അത് അക്കൗണ്ടിൽ വരും. ഇപ്പൊ പണ്ട് ഇപ്പൊ ലോക്കൽ GST ഉണ്ടാവും, ചില GST ഇല്ലാതെ ലോക്കലിൽ നിന്ന് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. കുറെ ടാക്സുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണല്ലോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുന്നത്. പല സാധനങ്ങൾ പലതും കൂടുമ്പോഴാണല്ലോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ചെറിയൊരു സാധനം കൊടുക്കാൻ വേണ്ടിയാണ് സർക്കാർ ചെയ്യുന്നത്. ഫാക്ടറി സ്റ്റഫ് മാത്രമല്ല, നമുക്ക് ഇനി ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ് ഒറിജിൻ, കാരണം അതൊക്കെ ആൾക്കാർ ഭയങ്കര യൂസാണ് ചെയ്യണേ.